ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ മിന്നുവിനെയും ചിക്കുവിനെയും പറ്റിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. മിന്നുവിനെയും ചിക്കുവിനെയും പറ്റിയുള്ള വീഡിയോയാണ് ഇത്. അപ്പോൾ ഇതാണ് മിന്നു. അപ്പം ചിക്കു വരുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് വന്നത് മിന്നു ആണ് കേട്ടോ. മിന്നു ആണ് എൻ്റെ കൂടെ ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. അവൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതലുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഇവനിങ്ങനെ ഡോറിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നൊക്കെ ഇങ്ങനെ കരയുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓപ്പൺ സ്പേസ് അല്ലേ, അപ്പോൾ അത് അങ്ങനെ കാക്കയൊക്കെ വരുമല്ലോ, അങ്ങനെ എനിക്ക് പ്രത്യേകത ഒന്നും തോന്നിയില്ല. പിന്നെ അവൻ അവിടെ എന്നെ കണ്ടില്ലെങ്കിൽ സൈഡിൽ ജനലിൽ കൂടി വന്ന് എന്നെ വിളിക്കും. അങ്ങനത്തെ ഒരു ഇത് തുടങ്ങിയപ്പം പിന്നെ ഞാൻ അവന് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ വന്ന് പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഫുഡിന് വേണ്ടിയായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഡെയിലി ഫുഡ് കൊടുക്കും. അങ്ങനെ പിന്നെ അതൊരു ശീലമായി. അവൻ വന്ന് വിളിക്കും, അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കും. പിന്നെ അവൻ്റെ ഫുഡിലുള്ള ഇഷ്ടങ്ങളെയൊക്കെ പറ്റി എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അവനങ്ങനെ മധുരമുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം ബിസ്ക്കറ്റ് ഇഷ്ടമാണ്. ബിസ്ക്കറ്റിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റ് മാത്രമേ കഴിക്കുള്ളൂ. വേറെ ക്രീം ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഫ്ലേവർ, മധുരം കൂടുതലുള്ള അങ്ങനെയുള്ള ബിസ്ക്കറ്റുകളൊന്നും കഴിക്കില്ല. ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റ് മാത്രമേ കഴിക്കുള്ളൂ. അതിലും ഉണ്ട്, അതിൽ മറ്റേ ഓറഞ്ച് കവറിലുള്ള ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഇല്ലേ, അത് മാത്രമേ കഴിക്കുള്ളൂ. അപ്പം ഇവിടെ ഇപ്പോൾ ഡെയിലി ഇവന് വേണ്ടിയിട്ട് ഒരു ടിന്ന് ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഇവിടെ ഉണ്ടാവും. അതാണ് അവന് ഇഷ്ടം. പിന്നെ ആ ബിസ്ക്കറ്റ് അവൻ കഴിക്കുന്നതെന്ന് പറയുന്നത് അതെടുത്ത് വന്ന് അവന് കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലൊന്ന് മുക്കി അതൊന്ന് നനച്ചിട്ട് അവൻ കഴിക്കുള്ളൂ. പിന്നെ അവൻ്റെ ഫ്രണ്ടിനെയും കൂടി കൊണ്ടുവരാൻ തുടങ്ങിയിട്ടാ, അത് ചിന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വരാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേർക്കും ഫുഡ് കൊടുക്കാൻ തുടങ്ങി. രണ്ടുപേരും വരും. മിന്നു വരുന്ന അത്രയും ചിന്നു വരില്ല, മിന്നുവാണ് കൂടുതൽ വരുന്നത്. അപ്പം ഫുഡൊക്കെ കഴിക്കാൻ നേരത്ത് ചിലപ്പോൾ ഉച്ച സമയത്തൊക്കെ ചിന്നു ഉണ്ടാവും. അപ്പോൾ രണ്ടുപേർക്കും കൂടിയുള്ള ഫുഡ് ഞാൻ അവിടെ വെച്ച് കൊടുക്കും. അപ്പോൾ രണ്ടുപേരും വന്നത് കഴിച്ചിട്ട് പൊക്കോളും. വെള്ളവും അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്തൊന്നും നമ്മുടെ ചിക്കു വന്നിട്ടില്ല കേട്ടോ. ഇവർ വന്നു കഴിഞ്ഞൊരു 10 മാസമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടാണ് ചിക്കുവിനെ നമുക്ക് കിട്ടിയത്. പിന്നെ ഞാൻ അവന് മിന്നൂന്ന് എപ്പോഴും അവനെ വിളിക്കുന്നതുകൊണ്ട് അവന് മനസ്സിലായി അവൻ്റെ പേരാണ് മിന്നൂന്ന്. ഞാൻ മിന്നൂന്ന് വിളിക്കുമ്പോൾ പിന്നെ വരാൻ തുടങ്ങി. ഇപ്പം മിന്നൂന്ന് വിളിച്ചാൽ അവൻ വിളി കേൾക്കാറൊക്കെ ഉണ്ട്. വിളിച്ചാൽ വരികയും ചെയ്യും, അടുത്തുണ്ടെങ്കിൽ വരികയും ചെയ്യും. പിന്നെ ഇവൻ എൻ്റെ കൂടെ തന്നെ ആയി. ഞാൻ ടെറസിലൊക്കെ പോകുമ്പോൾ അവിടെ വന്നിരിക്കും. ഞാൻ നടക്കാൻ പോകുമ്പോഴും പിന്നെ തുണിയൊക്കെ വിരിക്കാൻ ടെറസിലൊക്കെ പോകുമ്പം അവിടെ വന്നിരിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവൻ എൻ്റെ കൂടെ തന്നെ ആയി. വീട്ടിൽ താമസിക്കുന്നില്ലെന്നേ ഉള്ളൂ. രാവിലെ മുതൽ വൈകിട്ട് വരെ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടാവും, ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും ആള്. പിന്നെ ഇവരുടെ കൂട് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ടെറസിൻ്റെ അടുത്തുള്ള ഒരു മരത്തിലാണ്. അപ്പം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ ടെറസിലോട്ടൊക്കെ കയറുമ്പോൾ ആരെയും അങ്ങോട്ട് ഇവരെ അടുപ്പിക്കാറായി. ഭയങ്കര അഗ്രസീവായിട്ടൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പം നമുക്ക് തോന്നി കൂടിൻ്റെ അകത്ത് മുട്ടയുണ്ടാവും, അതുകൊണ്ടാണ് ഇവരങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് സത്യമായിരുന്നു, കൂട്ടിൽ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടും കുറച്ച് നാൾ കഴിഞ്ഞാണ് അവർ പുറത്തോട്ടൊക്കെ വരാൻ തുടങ്ങിയത്. ഈ വീഡിയോയിൽ മിന്നുവിൻ്റെ അടുത്തിരിക്കുന്ന മിന്നുവിൻ്റെ ഒരു കുഞ്ഞാണ്. ഇവർക്ക് 2 കുഞ്ഞുങ്ങളാണ് കേട്ടോ ഉള്ളത്. പിന്നെ അവരെയും കൊണ്ടുവരാൻ തുടങ്ങി. ഇവിടെ ഫുഡ് വെച്ച് ഞാൻ കൊടുക്കുമല്ലോ, അപ്പം ഫുഡ് എടുത്ത് കുഞ്ഞുങ്ങൾക്കും കൊടുക്കും. അങ്ങനെ മിന്നുവിനിപ്പോൾ ഒരു ഫാമിലി ഉണ്ട്, മിന്നു, ചിന്നു, ഇവരുടെ 2 മക്കളും. അങ്ങനെയാണ് ഇപ്പം ഇവർ താമസിക്കുന്നത്. കുഞ്ഞേ അതായത് മിന്നുവിൻ്റെ ഫുൾ ഫാമിലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ചിക്കുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം മിന്നു ആണ് ശരിക്കും ചിക്കുവിനെ എനിക്ക് കാണിച്ചു തന്നെ. അവൻ ഒരു ദിവസം അടുത്ത മരത്തിരുന്ന് ഭയങ്കര കരച്ചില്ല. അപ്പം ഇതെന്താ സംഭവം നോക്കാൻ പോയപ്പോൾ അപ്പുറത്തെ വീടിൻ്റെ സൈഡിലാണ് കേട്ടോ. ആദ്യം ഒരു വെള്ളപ്പൂച്ചനെ കണ്ടു, അതിൻ്റെ ഒപ്പം തൊട്ട് ഇപ്പുറത്ത് നമ്മുടെ ചിക്കു കണ്ടിട്ട്. അപ്പോൾ രണ്ടുപേരെ ഞാനിങ്ങനെ കണ്ടു. അപ്പോൾ ഇവരെ കണ്ടിട്ടാണ് നമ്മുടെ മിന്നു കിടന്ന് അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ചിക്കുവിനെ കണ്ടിട്ടില്ല, അവന് ഇപ്പുറത്തോട്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ വീട്ടിലോട്ട് ഈ ചിക്കുവിനെ കൊണ്ടുവന്നത് മിന്നു തന്നെയാണ് കേട്ടോ. മിന്നു വരുമ്പോഴത്തേക്കും ചിക്കുവും വരാൻ തുടങ്ങി. മിന്നു എപ്പോൾ വരുന്നോ അപ്പോഴൊക്കെ ചിക്കുവും വരും.
അങ്ങനെ പിന്നെ ഞാൻ ഈ മിന്നുവിനും ചിക്കുവിനും 2 പേർക്കും ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടാ. അപ്പം മിന്നുവിന് കൊടുക്കുന്ന ഫുഡ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മിന്നുവിന് ഞാൻ ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് അത് കഴിക്കാൻ വന്നതായിരിക്കും. പിന്നെ ഇവർ 2 പേരും എന്തായാലും ഒരുമിച്ചാണ് വരുന്നത്. പക്ഷെ വന്ന സമയത്തൊക്കെ ചിക്കു ആണെങ്കിലും അകത്തേക്കൊന്നും കയറൂല കേട്ടോ. അവൻ പുറത്ത് നിൽക്കുകയുള്ളൂ. പുറത്ത് കൊണ്ടുപോയി നമ്മൾ ഫുഡ് കൊടുത്ത് അവൻ കഴിക്കും. പിന്നെ ഞാൻ അവനെ അകത്തോട്ട് വിളിച്ചു തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ടൈം അവൻ നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറുന്ന വീഡിയോയാണ് ഇത്. അല്ലാതെ അവൻ അകത്ത് കയറിയിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ അവനകത്ത് കയറ്റി. അത് കയറ്റിയിട്ടതാ ആദ്യമൊക്കെ ഉള്ള വീഡിയോയാണ് ഇത്. അങ്ങനെ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം അകത്തേക്ക് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങനെ അകത്ത് കയറാൻ തുടങ്ങി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങി. പിന്നെ എൻ്റെ കൂടെ തന്നെയായി ചിക്കു. വന്ന സമയത്ത് ചിക്കു കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ ഫുഡൊന്നും കഴിക്കാഞ്ഞിട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കൂടിയുണ്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാതെ നമ്മൾ അടുത്താണ് അറിഞ്ഞത്. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്ന അത്രയും ഒരു ക്ഷീണം ഫുഡൊക്കെ നല്ലപോലെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് മാറി ആൾ ആക്റ്റീവായി തുടങ്ങി. പിന്നെ ചിക്കു എന്നോട് കൂടുതൽ ഇണങ്ങിക്കഴിഞ്ഞത് ഒരാൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മുടെ മിന്നുവിന് ഒരു ചെറിയ കുഞ്ഞു കുശുമ്പൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം പിന്നെ ചിക്കുവിനെ പുറത്ത് കാണുമ്പോൾ കൊത്താൻ വരിക, ചിക്കുവിൻ്റെ അടുത്ത് കുറച്ച് ദേഷ്യത്തോടു കൂടി ചിക്കുവിനെ നോക്കി കരയുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചിക്കു ആണെങ്കിലും മിന്നുവിനെ കാണുമ്പോൾ അങ്ങ് അടുത്തോട്ട് ചെല്ലുകയും ചെയ്യും. അപ്പോൾ ആദ്യം അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ 2 പേരും കൂടി കൂട്ടായി. ഇപ്പോൾ 2 പേരും തമ്മിൽ അറ്റാക്ക് ചെയ്യുന്നില്ല. 2 പേരും ഒപ്പം ഇരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ 2 പേരും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോൾ ഞാൻ പുറത്തൊക്കെ പോയാലും തിരിച്ചു വരുമ്പോൾ 2 പേരും കൂടി ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ. അപ്പോൾ ചിക്കുവിൻ്റെയും മിന്നുവിൻ്റെയും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.